മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഇൽമ് കഠിനാധ്വാനം ചെയ്ത് ഇൽമ് പഠിക്കണം. അപ്പോഴാണ് അല്ലാഹു ജല്ല ജലാലുഹു ആദരവുകളും സ്നേഹങ്ങളും നൽകുന്നത്. ഇൽമ് നന്നായി അധ്വാനിച്ച് പഠിക്കണം. മഹാനവറുകളെ സംബന്ധിച്ചതിന് മുമ്പുള്ള വാചകം എനിക്ക് വല്ലാത്ത തൃപ്തി തോന്നി. ലം യർഫഇൻ നദറ അൻ കുതുബിൽ ഉലൂമി വലം യന്തിഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ. ഇൽമ് എഴുതിയ കിതാബുകളിൽ നിന്ന് അവിടുന്ന് കണ്ണുയർത്തിയിട്ടില്ല. എപ്പോഴും കിതാബുമായി ബന്ധപ്പെട്ടു ഇൽമ് എഴുതിയ കിതാബുകൾ നോക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. വലം യന്തിഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ. സംരക്ഷകനും അധിപനുമായ അല്ലാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരിക്കലും അനാവശ്യം സംസാരിക്കാൻ പോയിട്ടില്ല. ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചു. അത് വലിയ ഭാഗ്യമാണ്. മൻ സമത നജാ. മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നല്ലേ നമ്മെ പഠിപ്പിച്ചത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത് ഔ ലിയസ്കുത്. അതേ, ഈമാൻ ഉണ്ടെങ്കിൽ ഖൈറായത് മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ സ്വഭാവം സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞു. റഹ്മാനായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അതേ യംശൂന അലൽ അർളി ഹൗനാ, അവര് ഭൂമിയിൽ അഹങ്കാരത്തിന്റെ ശൈലിയിൽ നടക്കുകയില്ല, പൊങ്ങച്ചം കാണിക്കുകയില്ല, തുള്ളിച്ചാടുകയില്ല. അവർ വളരെ വിനയാന്വിതരായി നടന്നു പോകും. ഉസ്താദ് അവരുടെ ശൈലി അത് തന്നെയായിരുന്നു എന്ന് കണ്ടവർക്കറിയാം. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അറിവില്ലാത്തവർ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ അതിനൊക്കെയും ആണയിട്ട് മറുപടി പറയുന്ന സ്വഭാവം ഇല്ല. ഖാലൂ സലാമാ. അവിടെ നാട്ടിലും പ്രദേശത്തും ജനങ്ങൾക്കും സമാധാനമുണ്ടാകുന്ന, മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാചകങ്ങൾ പറയും. നേരെ മറിച്ച് വിവരമില്ലാത്തവർ പറയുന്ന വിവരക്കേടിനെ അതേ വിവരക്കേട് കൊണ്ട് പ്രതികരിക്കുകയില്ല. അത് അല്ലാഹുവിന്റെ സാലിഹീകളുടെ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് തന്നെയാണ് ഇതിലും കാണുന്നത്. ലം യന്തിഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ. ഉഖ്റവിയായ ആലിമീങ്ങളുടെ സ്വഭാവമാണത്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുടെ സ്വഭാവമാണത്. അവർ എന്ത് തന്നെ വേണ്ടാത്തത് പറഞ്ഞവരും അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കൂല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഈ മാസം മഹാനവറുകളെ അനുസ്മരിക്കുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കറാമത്ത് നൽകിയ മഹാനാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഖാജാ മുഹിദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീറോടും മുമ്പൽ കുറിയ ലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ അപ്പോഴവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ഗുരുവര്യരും അമ്മാവനുമായ ഖുതുബും ശൈഖുമായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ കൂടെ കുട്ടിക്കാലത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലുള്ള ജനങ്ങളുടെ വെള്ളം തീർന്നുപോയി. അപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടു. ഔലിയാക്കളോട്
ആവശ്യപ്പെടുക, അമ്പിയാക്കളോട് ആവശ്യപ്പെടുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം ആണ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ആണ്. അതേ സമയത്ത് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന് പറയുന്ന മുഅ്തസിലത്തിന് ഔലിയാക്കളോട് തേടാൻ കഴിയില്ല. അമ്പിയാക്കൾ സാധാരണ മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് എന്ന് പറയുന്നവർക്ക് അമ്പിയാക്കളോടും തേടാൻ കഴിയില്ല. കാരണം അവർ കാണുന്നത് അവരെ പോലെ ഒരാള് എന്നാണ്. അത് യഥാർത്ഥത്തിൽ ഈമാനില്ലാത്തവരുടെ വിശ്വാസം ആണ്. അതേ സമയത്ത് അമ്പിയാക്കൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾ അല്ല. ഔലിയാക്കൾ കേവലം നമ്മെ പോലെ അല്ല. അവർക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകുന്നുണ്ട്, അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് അല്ലാഹു തആല കറാമത്ത് നൽകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അവരുടെ മുഅ്ജിസത്ത് മുഖേന, അവരുടെ കറാമത്ത് മുഖേന, അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് മുഖേന, ഔലിയാന്റെ കറാമത്ത് മുഖേന പലതും അല്ലാഹു തആല നൽകുമെന്ന നിലക്ക് അവരോട് തേടലും പറയലും ഉണ്ട്. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മുന്നിലെത്താൻ വേണ്ടി അയ്യുക്കും യൽതീനി ബിഅർശിഹാ ഖബ്ല അൻ യതൂനി മുസ്ലിമീൻ എന്ന് ചോദിച്ചപ്പോൾ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സെക്കൻഡ് കൊണ്ട് മുന്നിൽ എത്തിച്ചു കൊടുത്തത് ഔലിയാക്കളിൽ നിന്നുള്ള ഒരു മഹാനായ വലിയ ബഹുമാനപ്പെട്ട ആസിഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ആണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാക്കന്മാർ ആ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ വെള്ളമില്ലാതെ ആയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെള്ളത്തിന് തേടിയത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചിട്ടുണ്ട്, നബിയെ അനിദ്രിബ് ബിഅസാകൽ ഹജർ, നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് അതാ കല്ലിന് അടിക്കണം, പാറക്കല്ലിന് അടിക്കണം എന്ന് നമ്മൾ വഹി അറിയിച്ചിട്ടുണ്ട്. അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ അപ്പോൾ 12 തോടുകൾ ഒരു കല്ലിൽ നിന്ന് പൊട്ടിവലിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുക എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വിഷയം ആണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളോട് അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണ് റിഫായി മാലയിൽ ഞാൻ ചൊല്ലിയത്. എന്ത് ഖജാ മുഹ്യിദ്ദീനും തങ്ങൾ മുരീദുമായി കപ്പലിൽ കീറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീറോടുങ്ങുമ്പോൾ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. വെള്ളം തീർന്നപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ തണ്ണീർ കബീറോട് തേടുക, നിങ്ങൾക്ക് കറാമത്ത് മുഖേന വെള്ളം തരാൻ ഞാൻ ആവശ്യം ഇല്ല. എന്റെ ശിഷ്യനും മുരീദുമായ അഹ്മദുൽ കബീർ റിഫാഈ മഹാനവറുകൾ ഉണ്ട്, നിങ്ങൾ ആ ശിഷ്യനോട് തേടുക. അപ്പോഴവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. അപ്പോൾ കപ്പലിൽ അതാ പോകുന്ന ഈ യാത്രക്കാർക്ക് കടലിൽ നിന്ന് ഉപ്പുവെള്ളം മുക്കിയിട്ട് അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് ശുദ്ധജലമായിരിക്കുന്നു. കറാമത്താണ്. അത്ര വലിയ കറാമത്ത് കുട്ടിക്കാലത്ത് തന്നെ പ്രകടിപ്പിച്ച മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു പണ്ഡിതൻ ഒരു കത്തയച്ചു. ആ കത്ത് വളരെ മോശമായ നിലക്ക് ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്താണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ ഒന്നും ആ പണ്ഡിതനോട് അങ്ങോട്ട് ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു മുരീദന്മാര് വർദ്ധിക്കുകയും ശിഷ്യന്മാര് വർദ്ധിക്കുകയും മഹാനവറുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ പണ്ഡിതന് അസൂയ തോന്നിയിട്ടാണ് കത്തയച്ചത്. അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യുക എന്നതാണ്. ഇത് ജമാഅത്തുൽ അവൽ മാസമായതുകൊണ്ട് ഞാനൊരു ബർക്കത്തിന് വേണ്ടി മാത്രം അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് പണ്ഡിതന്മാരുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്.
ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം, ശരീരത്തിൽ വ്രണം കൊണ്ട് പഴുത്ത് ഒലിക്കുന്ന ഒരു നായ. ആ നായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനവറുകൾ വെള്ളമെടുത്ത് നായക്ക് ആ രോഗമുള്ള സ്ഥലം കഴുകിക്കൊടുത്തു, അവിടെ മരുന്ന് വെച്ച് കൊടുക്കുന്നു, നായയോട് കാരുണ്യം കാണിക്കുന്നു. കാരണം പരിശുദ്ധ ഇസ്ലാം അത് ലോകത്ത് ആർക്കും ഇന്നുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഏറ്റവും ഉയർന്ന മാനവികത ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. നായക്ക് മരുന്ന് വെച്ച് കിട്ടിക്കൊടുക്കുന്നു. ഒരു ദിവസം അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വന്നു നോക്കുമ്പോ മഹാനവറുകളുടെ ജുബ്ബക്കുപ്പായത്തിന്റെ മേലെ ഒരു പൂച്ച കടന്നു ഉറങ്ങുന്നു. മൂപ്പർക്ക് കുപ്പായോട്ട് പോകണം. അപ്പൊ ഈ പൂച്ചന്റെ ഉറക്ക് തെളിയിക്കാൻ കഴിയൂല. ഒരു പൂച്ചനെയും ശല്യപ്പെടുത്തിക്കൂടാന്നതാണ്. പൂച്ചന്റെ ഉറക്ക് തെളിയിക്കാൻ പോകണം. അപ്പൊ എന്ത് ചെയ്തു? മെല്ലെ ഒരു കത്തി എടുത്തിട്ട് കുപ്പായത്തിന്റെ കൈ മെല്ലെ അങ്ങ് മുറിച്ചറിഞ്ഞു. അതിന്റെ ഉറക്കടിക്കണ്ട വിചാരിച്ചു. എന്നിട്ട് പോകേണ്ട സ്ഥലത്തൊക്കെ പോയി വന്നതിന് ശേഷം ആ കൈ പിന്നീട് തുന്നിച്ചേർന്നു. ആ രൂപത്തിൽ ജീവിച്ച മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. അവിടുത്തെ ബർക്കത്ത്, അതുപോലെ സർവ്വ സാലിഹീങ്ങളുടെയും ബർക്കത്ത് ഞങ്ങളെ ഖൽബിലും ഞങ്ങളെ നാവിലും ഞങ്ങളെ ശരീരത്തിലും ഞങ്ങളെ സന്താന പരമ്പരകളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും ഞങ്ങളെ സംഘടനകളിലും ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിലും നീ എപ്പോഴും ചൊരിച്ചു തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് അസൂയയുടെ പേരിൽ എഴുതിയ കത്ത് വളരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്താണ്. ആ കത്ത് കിട്ടിയപ്പോൾ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കത്തയച്ച പണ്ഡിതന് ഒരു മറുപടി എഴുതി. മറുപടിയിൽ എഴുതിയത് എന്താണ്? നിങ്ങളുടെ കത്തിൽ ഞാൻ വളരെ മോശക്കാരനാണെന്ന് എഴുതിയത് കണ്ടു. അതുകൊണ്ട് ഞാൻ വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഈ കത്ത് കിട്ടിയപ്പോൾ സുബ്ഹാനല്ലാഹ്, പരസ്പരം കുത്തണമെന്നും പരസ്പരം കൊത്തണമെന്നും പരസ്പരം കൊരക്കണമെന്നും പരസ്പരം കൂക്കുവിളിക്കണമെന്നും ഒക്കെ തോന്നുന്ന സ്വഭാവം അത് മൃഗീയതയാണ്. ആ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് അതാ ആ പണ്ഡിതന്റെ മാനവികത ഉണരുകയാണ്. ആ പണ്ഡിതൻ നേരെ വന്ന് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഔലിയാക്കള് ആരിഫീങ്ങള് ആഖിറത്തിൽ ചിന്തിക്കുന്ന ആലിമീങ്ങളുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവമാണ് ഉസ്താദ് അവരുടെ സംബന്ധിച്ച് ഇതിൽ ഞാൻ കാണുന്നത്. അൽഹംദുലില്ലാഹ്, ലം യർഫഇൻ നദറ അൻ കുതുബിൽ ഉലൂമി വലം യന്തിഖ് ബിലഹ്വിൻ ഫുളൂലിൻ ഖൗഫ മൗലാനാ. ഇൽമുള്ള കിതാബുകളിൽ നിന്ന് ഉസ്താദ് അവറുകൾ തല ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൽമു നോക്കലും പഠിക്കലും കിതാബ് നോക്കലുമാണ്. എന്നാൽ ഒരനാവശ്യവും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഇത് ആഖിറത്തിലേക്ക് ചിന്ത വെച്ച പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്.